ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഡ്രഡ്ജർ കാർവാർ തുറമുഖത്ത് എത്തിയിട്ടുള്ളതാണ്. എന്തായാലും നമുക്കറിയാം ഈ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരച്ചിൽ നടപടിയാണ്. നേരത്തെ ഈ ഗംഗാവലി പുഴയിൽ ചില സ്ഥലങ്ങൾ, അതായത് ലോറി ഉണ്ട് എന്ന് കരുതുന്ന ചില സ്ഥലങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിൽ നാവികസേനയും അതോടൊപ്പം തന്നെ മറ്റ് റഡാർ പരിശോധനയിലൊക്കെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അവിടെ ഈ പുഴയിൽ ആഴത്തിൽ ഇറങ്ങിയുള്ള പരിശോധനക്ക് തടസ്സമായി ഉണ്ടായിരുന്നത് ഈ പുഴയിനടിയിലുള്ള വലിയ മണ്ണിന്റെ സാന്നിധ്യവും വലിയ കല്ലുകളുമാണ്. ഈ മണ്ണിടിച്ചിൽ തുറന്ന് അത് ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്തുകൊണ്ട് മാത്രമേ കുറച്ചുകൂടി ആഴത്തിലുള്ള പരിശോധന നടത്താൻ സാധിക്കൂ എന്ന് ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടു. അതേ തുടർന്നാണ് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ കഴിഞ്ഞ മാസമാണ് ഇതിനൊരു തീരുമാനമെടുത്തെങ്കിൽ പോലും ഒരു മാസം പിന്നിട്ട ശേഷമാണ് ഇത് നിലവിൽ ഇപ്പോൾ ഈ കാർവാറിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യം ഇതിന്റെ സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും തമ്മിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാർ തന്നെ ഇതിന്റെ പൂർണ്ണ ചെലവ് വഹിക്കാമെന്ന് അറിയിക്കുകയും അതിനുശേഷമാണ് ഇതിന്റെ നടപടികൾ കുറച്ചുകൂടി വേഗത്തിലായത്. ഇന്നലെ രാവിലെയാണ് ഇത് ഗോവ പോർട്ടിൽ നിന്ന് ഇത് പുറപ്പെട്ടത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടെ അല്ലെങ്കിൽ രാത്രി 8 മണിയോടെ തന്നെ ഇത് എത്തിച്ചേരും എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് കാലാവസ്ഥ വീണ്ടും പ്രതികൂലമായി, കാറ്റിന്റെ വേഗത വീണ്ടും തടസ്സമായി. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ വീണ്ടും ഇത് അവിടെ, അതായത് കരക്കടുപ്പിച്ച ശേഷം രാവിലെ വീണ്ടും യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ ഇതാ കാർവാർ പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ടഗ് ബോട്ടിൽ ഘടിപ്പിച്ചാണ് നിലവിൽ ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉള്ളത്. ഈ ഡ്രഡ്ജറിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, അതായത് കൂടുതൽ ആഴത്തിൽ ഉള്ള ഇത്തരം മണ്ണുകളും കല്ലുകളും അത് നീക്കം ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക സംവിധാനം ആണ് ഈ ഡ്രഡ്ജറിനുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ ഷിരൂരിൽ, അതായത് ഗംഗാവലി പുഴയിലെ പരിശോധനക്ക് തെരച്ചിലിന് ഏറെ ആവശ്യമുള്ള സംവിധാനമാണ് ഡ്രഡ്ജർ. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇത് തീരുമാനമെടുക്കുകയും ചെയ്തത്. ദൗത്യ സംഘം തന്നെ, നാവികസേന തന്നെ വ്യക്തമാക്കിയത് മണ്ണ് നീക്കം ചെയ്യാതെ അവിടെ എന്തെങ്കിലും ഒരു തെരച്ചിൽ നടത്താൻ സാധിക്കില്ല എന്ന് നാവികസേന തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. നമുക്കറിയാം അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് എന്ത് സംഭവിച്ചു, ലോകേഷ്, ജഗന്നാഥ് ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുകയാണ്. കഴിഞ്ഞ ജൂലൈ 16-നാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതിനുശേഷം ഈ 3 പേരെ ആദ്യം 8 മൃതദേഹം കണ്ടെത്തി. പക്ഷെ 3 പേരെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുവേണ്ടി പലതരത്തിലുള്ള പല തെരച്ചിലിന്റെ നടപടിക്രമങ്ങളും നമ്മൾ കണ്ടതാണ്. വിവിധ സേനാ വിഭാഗങ്ങൾ എത്തി, പിന്നീട് വിവിധ ശാസ്ത്രീയമായിട്ടുള്ള റഡാർ, ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധനാ നടപടികളൊക്കെ പൂർത്തീകരിച്ചു. പക്ഷേ നമുക്ക് ചില സൂചനകൾ ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ ലോറി കണ്ടെത്താനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടിയിരുന്നില്ല. അതിന്റെ ഒരു അവസാന ഘട്ടം എന്നൊക്കെ നമുക്ക് ഈ തെരച്ചിൽ നടപടിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം ജില്ലാ ഭരണകൂടം തന്നെ അത് പറയുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയാണ് ഇനി പ്രായോഗികമുള്ളത്. അതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനില്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചതാണ്. അവർ ചെയ്യാവുന്നതിന് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. വിവിധ സേനാ വിഭാഗങ്ങളെയൊക്കെ എത്തിച്ചുള്ള തെരച്ചിൽ നടപടികളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഡ്രഡ്ജർ എത്തിക്കുക, ഇപ്പോൾ ദൗത്യ സംഘം ഉൾപ്പെടെ നാവികസേന ഉൾപ്പെടെ പറഞ്ഞ ഈ മണ്ണ് നീക്കം ചെയ്ത് അരുൺ, അതിൽ ഒരു കാര്യമുള്ളത് അരുൺ, ഇതിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന്, അതായത് നമ്മൾ ഈ കാർവാറിൽ തുറമുഖത്ത് നിന്ന് ഈ ദൗത്യ മേഖലയിലേക്ക് എത്താൻ എത്ര സമയം ഇനിയും വേണ്ടി വരുമെന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഈ കളക്ടറേറ്റിൽ നിന്നൊരു യോഗം ചേർന്ന ശേഷം ദൗത്യം എപ്പോൾ പുനരാരംഭിക്കണം എന്നതിൽ ചില ഭരണപരമായ തീരുമാനം എടുക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ യോഗം നടക്കേണ്ടതുണ്ടോ? ഇനി എത്ര സമയം കൂടി വേണ്ടി വരും കാർവാർ തുറമുഖത്ത് നിന്ന് ഈ ദൗത്യ മേഖലയിലേക്ക്, ഷിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിക്കാൻ? വിജയകുമാർ നേരത്തെ ഡ്രഡ്ജിംഗ് കമ്പനിയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, അതായത് ആദ്യം കാർവാർ തുറമുഖത്ത് ഇത് എത്തിക്കുക, അതിനുശേഷം ജില്ലാ ഭരണകൂടമാണ് അതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ഈ കാർവാർ കളക്ടറേറ്റിൽ ചേർന്നിരുന്നു. പക്ഷെ അതിനുശേഷം അവർ ഇത് എപ്പോൾ ഇത് ഷിരൂരിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യം ഒരു അന്തിമ തീരുമാനം എന്തായാലും നിലവിൽ അറിയിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അവർ സ്ഥിതിഗതികൾ ഒരിക്കൽ കൂടി വിലയിരുത്തും. അതിന്റെ ചില പരിശോധനകൾ കൂടി നടത്താനുണ്ട് എന്നതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അവർ യോഗം ചേർന്ന് നാളെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുക എന്നൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ അവർ അറിയിച്ചതാണ്. പക്ഷേ ഇത് നിലവിൽ ഇപ്പോൾ ഈ കാർവാർ തുറമുഖത്തുള്ള ഈ ഡ്രഡ്ജർ ഇനിയിപ്പോൾ പുഴയിലെ, അതായത് കടൽ മാർഗം കൊണ്ടുവന്നിട്ടുള്ളത് ഇനി പുഴയിലേക്കാണ് കടക്കേണ്ടത്. ഇവിടെ അഴിമുഖം കടന്ന് പുഴയിലേക്കാണ് കടക്കേണ്ടത്. അതിൽ 3 പാലങ്ങളുണ്ട്. അപ്പോൾ 3 പാലങ്ങളിൽ അവിടെ നേരത്തെ തന്നെ ഇത് അതിന്റെ ഈ എക്യുപ്മെന്റ്സ് ഘടിപ്പിച്ചത്
ആ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട്, അതായത് താഴ്ത്തി ക്രമീകരിച്ചുകൊണ്ട് ഇത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് വേലിയിറക്ക സമയത്താണ് അത് ആ സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുക എന്നതാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ പുഴയിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോഴുള്ള പരിശോധനകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഈ ശിരൂരിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു തീരുമാനമാണ്, ഇത്തരം ചില സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടുന്ന് മാക്സിമം 8 മണിക്കൂർ ആവശ്യമാണ് എന്നതാണ് ഇവർ ഈ കാലാവസ്ഥയൊക്കെ പരിശോധിച്ചു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കടൽ മാർഗം കൊണ്ടുവരുമ്പോൾ പോലും അവർക്ക് ഈ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ അവർക്ക് അത് ഹോൾഡ് ചെയ്യേണ്ട, അതായത് ഇവരുടെ ഈ യാത്ര ഹോൾഡ് ചെയ്ത് കരക്കടിപ്പിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പുഴയിലേക്ക്, അതായത് ഇവിടുന്ന് അഴിമുഖം കടന്ന് പുഴയിലേക്ക് പോകുമ്പോൾ കൂടുതൽ അവർ ജാഗ്രതയോടെ ആയിരിക്കും ഇത് കൊണ്ടുപോവുക. നമുക്ക് ഇപ്പൊ ദൃശ്യങ്ങൾ കാണാം, അത് അല്പം നീങ്ങി ഇപ്പോൾ കുറച്ചുകൂടി തുറമുഖത്തിന്റെ ആ ഭാഗത്തേക്ക് അത് നീങ്ങുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഒരു പരിശോധനാ നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചായിരിക്കും ഇത് ശിരൂരിലേക്ക് കൊണ്ടുപോകുക. എന്തായാലും ഇന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല എന്നതാണ്. നാളെ രാവിലെയോടെ അവിടെ എത്തിച്ച് അതിനുശേഷം ഇതിന്റെ തെരച്ചിൽ നടപടികൾ ആരംഭിക്കുക എന്നൊരു തീരുമാനം ആണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് 8 മണിക്കൂറോളം ആവശ്യമുണ്ട് എന്ന് ഡ്രഡ്ജിംഗ് കമ്പനി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇവിടുന്ന് കാർവാറിൽ നിന്നും, കാർവാർ പോർട്ടിൽ നിന്നും പുഴയിൽ അല്പം കൂടി ഇത് സ്ലോ ആവും എന്നതാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനി പറയുന്നത്. കടൽ മാർഗം കൊണ്ടുവരുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ലോയിലായിരിക്കും ഈ പുഴയിലൂടെ ഇത് കൊണ്ടുപോകുക. അപ്പോൾ ആ സമയമെടുക്കും എന്ന് ഈ കമ്പനി എന്തായാലും അത്തരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം ഇതിൽ ഒരു തീരുമാനമെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു പരിശോധന പൂർത്തീകരിച്ച ശേഷം ഇത് ഷിരൂരിലേക്ക് മൂവ് ചെയ്യണം എന്ന കാര്യത്തിൽ ഇന്ന് അല്പസമയത്തിനകം തന്നെ ഒരു അന്തിമ തീരുമാനം നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് അതുണ്ടാവില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ഇപ്പോൾ എന്തായാലും ലഭിക്കുന്നത്. എന്തായാലും ഈ ഡ്രഡ്ജർ എന്തായാലും ഏറെ അരിച്ചതിന് ശേഷം കാർവാർ തുറമുഖത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഈ ശിരൂർ ദൗത്യത്തിലെ തന്നെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയാൻ സാധിക്കും. ദൗത്യ സംഘം ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഈ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയ്ക്ക് അവർക്ക് സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്നുള്ളത് ഈ ഡ്രഡ്ജറാണ്. ഇത് ഡ്രഡ്ജർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങളും അതിന്റെ നടപടിക്രമങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ വലിയ കാലതാമസം അതിലെടുത്തു എന്ന കാര്യം നമ്മൾ എടുത്തു പറയുകയും ചെയ്യണം. പക്ഷെ എന്തായാലും ഇപ്പോൾ ഒടുവിൽ അതിന്റെ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അതിന്റെ ഫണ്ട് വഹിക്കുകയും അർജുന്റെ കുടുംബം ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ കാണുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ നടപടികളൊക്കെ കഴിഞ്ഞിപ്പോൾ ഈ ഗോവ പോർട്ടിൽ നിന്ന് ഇതിപ്പോൾ കാർവാറിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പുഴയിലേക്കുള്ള ഇതിന്റെ യാത്രക്കുള്ള പരിശോധനകൾ കൂടി പൂർത്തീകരിച്ചതിന് ശേഷം ഈ ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇന്നുണ്ടാവില്ല എന്ന സൂചനകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. വിജയകുമാർ, ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് പുറമേക്ക് അത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഡ്രഡ്ജർ മെഷീൻ അതിന് കേടുപാടുകളൊന്നും ഇല്ലാതെ അവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് ഈ കമ്പനി പറയുന്നത്. അവർ ഒരു ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് വെച്ചാൽ സഞ്ചാരപാത കൃത്യമായി മനസ്സിലാക്കി അത് കടന്നു പോകാനുള്ള പാത സംബന്ധിച്ചുള്ള ഒരു ഹൈഡ്രോഗ്രാഫിക് സർവേ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഈ ടഗ് ബോട്ടിനെ 2 പാലങ്ങൾക്കിടയിലൂടെ വേണം കടത്തിവിടാൻ. വേലിയിറക്ക സമയത്തായിരിക്കും ഈ ടഗ് ബോട്ട് കടന്നു പോവുക. വേലിയേറ്റ സമയത്ത് ഈ തിരയുടെ ഉയരം, അതുപോലെ ജലനിരപ്പ് അവിടെ വരും. ആ സമയത്ത് ഒരു പക്ഷേ ഈ പാലത്തിന് താഴ്വശത്തുകൂടി ഈ ഡ്രഡ്ജറിന് കടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയം എന്ന് വെച്ചാൽ പുഴയുടെ ഉപരിതലത്ത് വളരെ സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സമയം അത് വേലിയിറക്ക സമയത്തായിരിക്കും. ആ സമയത്തായിരിക്കും ഈ ഡ്രഡ്ജർ പുഴയിലേക്ക് കൊണ്ടുപോവുക എന്നാണ് അറിയുന്നത്. 2 പാലങ്ങളാണ് ഈ ഗംഗാവലി പുഴയിൽ ഈ കടന്നു പോകുന്ന ഭാഗത്തുള്ളത്. ആ 2 പാലങ്ങൾക്കിടയിലൂടെ വേണം ഇതിന് ദൗത്യ മേഖലയിലേക്ക് എത്താൻ. അതുകൊണ്ട് ജലനിരപ്പ് അത് കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയം നോക്കിയായിരിക്കും അത് പാലത്തിൻ്റെ താഴെ ഭാഗത്തുകൂടി കൊണ്ടുപോവുക. അപ്പോൾ വേലിയിറക്ക സമയം കൂടി നോക്കി ഈ യാത്ര തുടരും. ഇതിപ്പോൾ കാർവാർ തുറമുഖത്ത് അടുത്തിട്ടുണ്ട്. അതിനോട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വളരെ അടുത്ത് ഇപ്പോൾ തുറമുഖത്തിനോട് ചേർന്ന് തന്നെയാണ് പോകുന്നത്. അരുൺ, ഇത് തുറമുഖത്ത് നേരെ നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. കാർവാർ തുറമുഖത്തിന് നേരെ അത് മുന്നോട്ട് നീങ്ങുകയാണ് എന്ന് വെച്ചാൽ യാത്ര തുടരുകയാണോ അതോ അത് തൽക്കാലം തുറമുഖത്ത് അടുക്കുമോ? യാത്ര തുടരുകയല്ല. നിലവിൽ ഇപ്പോൾ ഇത് കാർവാർ തുറമുഖത്തിന്റെ കരയ്ക്ക് കടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അത് ഉൾക്കടലിൽ നിന്ന് അല്പം മാറി ഇപ്പോൾ കരയുടെ ഭാഗത്താണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള തീരുമാനമാണ് ഉള്ളത്. അത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതാണ്. കാർവാർ എത്തിച്ചതിന് ശേഷം പെട്ടെന്ന് ഷിരൂരിലേക്ക് എത്തിക്കില്ല, അതിന്റെ ഈ പരിശോധനകളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നേരത്തെ
ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ ഒക്കെ അവർ നടത്തിയെങ്കിൽ പോലും നിലവിൽ അതായത് ഓരോ ഘട്ടത്തിലും പുഴയുടെ സാഹചര്യം അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വേലിയിറക്കം ആണ് ഇതിന് അനുയോജ്യമായിട്ടുള്ള ഇത് കൊണ്ടുപോകാൻ, ഇതിനെ മൂവ് ചെയ്യിക്കാൻ അനുയോജ്യമായിട്ടുള്ള സമയം. ഈ പാലങ്ങൾ കടന്നു വേണം പോകാൻ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടലിൽ നിന്ന് പെട്ടെന്ന് പുഴയിലേക്ക് മാറ്റില്ല. നിലവിലിപ്പോൾ ഉൾക്കടലിൽ നിന്ന് വന്ന് ഇപ്പോൾ ഈ കരയിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരയിലേക്ക് നിലവിൽ ഇപ്പോൾ അത് ഈ ഡ്രഡ്ജർ അടുപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഹോൾഡ് ചെയ്യും. അതിനുശേഷം ഇതിന്റെ പരിശോധനകൾ ഉൾപ്പെടെ നിലവിൽ പുഴയുടെ സാഹചര്യം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരം നാവികസേന അടിയൊഴുക്ക് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ഡ്രഡ്ജർ എന്തായാലും ഈ ഗംഗാവലി പുഴയിലേക്ക് കൊണ്ടുപോകും.